ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് കർക്കിടക മാസം അല്ലേ ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആണ് കഞ്ഞി മരുന്ന് സാധനമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വലിയ വീഡിയോക്കാരെ പോലൊന്നും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ തോരൻ, മരുന്ന് തോരൻ എന്ന് പറയും. പലവിധ കൂട്ടുകളെല്ലാം കൂടെ ഇട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കഞ്ഞിയും റെഡി. കണ്ടോ, നല്ല ഇഞ്ചിയും കുരുകുരുവിനരിഞ്ഞ വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുരുമുളകും എല്ലാം കൂടെ ഇട്ട് കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ഈ ഒരു കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇതിൻ്റെ അങ്ങാടി മരുന്നെല്ലാം കൂടെ ഇട്ടുള്ള കഞ്ഞിയുണ്ട്. അത് കുറുന്തോട്ടി, തുളസി ഇല, ഇതിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിങ്ങനെ പറഞ്ഞു തന്നാലൊന്നും പറ്റത്തില്ല. അതിൻ്റെ എല്ലാ കൂട്ടും കൊണ്ടുവച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങൾ പോയി വിശാലമായിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കട്ടെ കേട്ടോ രാവിലെ. ഇത് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല വേദനകളും മാറാൻ, നമ്മൾ എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും വീണിട്ടൊക്കെ ഉണ്ടാവും, ചില ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ടാവും. അതൊക്കെ മാറാനും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സാധനം. അപ്പോൾ ശരി, അപ്പം ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോട്ടെ. അപ്പം നല്ല ചൂട് കഞ്ഞി ഇങ്ങനെ അങ്ങോട്ട് കോരിയിട്ട് അതിൻ്റെ മണ്ടയിലോട്ട്, ഒരമ്മയ്ക്ക് ഈ ഗതി വരരുത്, എന്നെ വിളിക്കുന്നതാണ് മാമി. കഷ്ടപ്പെട്ട് ചുമന്ന് നൊന്ത് പെറ്റ മോന് അമ്മാന്ന് വിളിക്കുന്ന കേട്ടിട്ട് ചാവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയുന്നില്ല. മാറിയില്ലേ മക്കൾ മാറിയേ. അപ്പോൾ ഇതാണ്ടേ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കഞ്ഞി. ചൂടാണേ. അപ്പം അടുത്ത കഞ്ഞി ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് കണ്ട. ഇപ്പം കഞ്ഞി നമ്മളിങ്ങനെ കോരി എടുക്കുകയാണ്. അപ്പോൾ കഞ്ഞിയായി. ഇനി ഒരിച്ചിരി അമ്പട പുടപടാ തോര അങ്ങോട്ടിട്ട്, അമ്മ ഇങ്ങോട്ട് വന്നോളൂ, കഞ്ഞി അങ്ങോട്ട് എടുത്തോളൂ, ഇങ്ങോട്ട് കുടിച്ചോളൂ. ഒരു ലേശം തോരനും കൂടെ അങ്ങോട്ടിടാം. അയ്യോ ചൂടാണേ എൻ്റെ പൊന്നമ്മച്ചി, പൊള്ളിപ്പോവേ എൻ്റെ പൊന്നാർച്ചി. പൊള്ളു പുള്ളുണ്ട്. അപ്പം നമുക്കും ഇച്ചിരി കഞ്ഞി അങ്ങോട്ട് കൈമാറ്റ്. ചൂട് കഞ്ഞിയാണ്. ഇതുപോലെയൊക്കെയുള്ള ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ പച്ചരിയാണ് നല്ലത്. അതായത് ഈ പുന്നെല്ലിൻ്റെ പച്ചരി ഇട്ട് കഞ്ഞി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല ഒരു അതിൻ്റെ മണവും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ശരി, നമ്മുടെ കഞ്ഞി എടുത്തു, തോരനെടുത്തു. ഇനി നമ്മൾ വീട്ടിനകത്തോട്ട് പോയി. നമ്മുടെ അടുക്കള ഹൈടെക് മോഡൽ അടുക്കളയുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചാൽ ശരി വരില്ല. എന്തൊരു പരമദ്രോഹ പണി കാണിക്കുന്നു. ഇപ്പം നമ്മുടെ കഞ്ഞി അമ്മയ്ക്ക് ഈ പിന്നെ ആശാരിമാരുടെ സ്വഭാവം കാണിക്കരുത്. അപ്പോഴാണ് 2 കൊട്ട് കൂടുതൽ കഞ്ഞി കുടിക്കാൻ വിളിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ കഞ്ഞി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മക്കളെ. കഞ്ഞി പാവപ്പെട്ടവൻ്റെ ആഹാരം. ഇതൊക്കെ കഴിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പ്രായമുള്ള ആൾക്കാർ, അവർക്ക് ആ സമയത്ത് ആരോഗ്യം ഉണ്ടായിരുന്നു, ബലം ഉണ്ടായിരുന്നു. അവരാർക്കും ഒരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലായിരുന്നു. നടുവേദന എന്തുവാണെന്നറിയില്ല, തലവേദന എന്തുവാണെന്നറിയില്ല, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, BP ഇല്ല. അവർക്ക് വാർദ്ധക്യമായിട്ടുള്ള ഇത് മാത്രം, ശരീരം ക്ഷയിച്ചു പോകുന്ന ഒരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അവർ അന്നത്തെ കാലത്ത് 90 വയസ്സ് 100 വയസ്സൊക്കെ തികച്ചിരുന്നു. നമ്മൾ
ഇപ്പോഴേ വലിന്ന് വലിക്കുക. അപ്പോൾ അയ്യോ ചൂട്. അങ്ങനെ കഞ്ഞി നമ്മൾ എടുത്തു. ഇനി ഒരു ലേശം നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. ആ അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ പുറത്ത് നെയ്യ് ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇനി ആ കഞ്ഞി അങ്ങോട്ട് കോരി കുടിക്കുകയായി. അപ്പോൾ വരുന്നോ, കൂടുന്നോ കർക്കിടക കഞ്ഞി കുടിക്കാൻ? രാവിലെ അമ്മ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കോഴി തരാം. എൻ്റെ കുഞ്ഞു ഇരിക്കുമോ കണ്ടോ കഞ്ഞി കുടിച്ചാൻ. ഹായ് പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞേ, ഹായ് എന്ന് പറ. അതുകൊണ്ട് അമ്മയ്ക്ക് സ്പൂണും കഞ്ഞിയും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്ത് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാടാതെ കുച്ചാൽ വായെല്ലാം വെന്ത് പോവും. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം. അടിപൊളി. നെയ്യും കൂടെ ചേർത്തപ്പോട്ടല്ലോ പൊളി, ഒന്നും പറയാനില്ല. അയ്യോ ഇത് എൻ്റെ ദൈവമേ, ഇത് പൊള്ളുമല്ലോ. ഇതാ കഴിച്ചേ, കൊള്ളാമോ? സൂപ്പർ എന്ന് പറ. അങ്ങനെ എൻ്റെ കൊച്ച് പൊളിച്ചു, അവനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ഹായ് തരിക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.